JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ചേർത്താണ് ഓരോ സമയവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, പരീക്ഷ നാളത്തെ കഴിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ വിട്ടുപോയ ചോദ്യങ്ങളെല്ലാം തന്നെ ഭാഗത്തു നിന്നാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മിൽക്ക് കവറിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടർന്ന് ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം, കാരണം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കാണുമ്പോൾ അത് ക്ലാസ് എടുത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യത്തെ പാൽ ATM ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പാൽ ATM ഏതാണ്? ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ ആദ്യത്തെ 24 മണിക്കൂർ പാൽ വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത്. അത് മൂന്നാർ പട്ടണത്തിന്റെ മധ്യത്തിലാണ് പാൽ വെൻഡിങ് മെഷീൻ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഉപഭോക്താക്കൾക്ക് 24 മണിക്കൂറും അവരുടെ സൗകര്യത്തിനനുസരിച്ച് പാൽ വാങ്ങാൻ ഇത് അനുവദിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പാൽ ATM ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഇടുക്കി ജില്ലയാണ് ഇപ്പോൾ ആദ്യത്തെ 24 മണിക്കൂർ പാൽ വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത്. മൂന്നാർ പട്ടണത്തിന്റെ മധ്യത്തിലാണ് പാൽ വെൻഡിങ് മെഷീൻ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഉപഭോക്താക്കൾക്ക് 24 മണിക്കൂറും അവരുടെ സൗകര്യത്തിനനുസരിച്ച് പാൽ വാങ്ങാൻ ഇത് അനുവദിക്കുന്നു. അടുത്ത ചോദ്യം, കേരളത്തിലെ മിൽമ പാൽ പ്രധാനമായും കൊഴുപ്പിന്റെ അളവ് സൂചിപ്പിക്കുന്ന കവർ നിറങ്ങളാൽ തിരിച്ചറിയപ്പെടുന്നു. ഓൾറെഡി ഞാനൊരു ക്ലാസ് എടുത്തതാണ്, എങ്കിലും പലരും സംശയം ഉന്നയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്കിന് ഇളം നീല, അതായത് 3% കൊഴുപ്പാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കിന് പച്ച ഇരുണ്ട നീല 4.5% കൊഴുപ്പാണ്. അതുപോലെ തന്നെ ഫുൾ ക്രീം മിൽക്കിന് ഓറഞ്ച്, അതായത് 6% കൊഴുപ്പ്. മഞ്ഞ പശുവിൻ പാല്, പ്രത്യേക ലോ ഫാറ്റ് ഓപ്ഷനുകൾ എന്നിവയാണ് മറ്റ് വകഭേദങ്ങൾ. അതുപോലെ തന്നെ ഇളം നീല ടോൺഡ് മിൽക്ക് ഏറ്റവും സാധാരണയായത് 3% കൊഴുപ്പ്, 8.5% SNF, ദൈനംദിന ഉപയോഗത്തിന് അനുയോജ്യമാണ്. അതുപോലെ തന്നെ പച്ച ഇരുണ്ട നീല, അതായത് സമ്പന്ന സ്റ്റാൻഡർഡൈസ്ഡ് 4.5% കൊഴുപ്പ്, 8.5% SNF, ചായ കാപ്പിക്കൊക്കെ അനുയോജ്യമാണ്. അടുത്ത് ഓറഞ്ച് പ്രീമിയം ഫുൾ ക്രീം 6% കൊഴുപ്പാണ്, ഉയർന്ന കൊഴുപ്പ് ഉള്ളടക്കം. അതുപോലെ തന്നെ മഞ്ഞ പശുവിൻ പാല് 3.5% കൊഴുപ്പ്, 8.5% SNF. മജന്ത ഇരുണ്ട നീല സ്മാർട്ട് ഡബിൾ ടോൺഡ് കുറഞ്ഞ കൊഴുപ്പ് ഓപ്ഷനുകൾ. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലെ മിൽമ പാൽ പ്രധാനമായും കൊഴുപ്പിന്റെ അളവ് സൂചിപ്പിക്കുന്ന കവർ നിറങ്ങളാൽ തിരിച്ചറിയപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ച് ഒരു സംശയം ഉന്നയിച്ചുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഉൾപ്പെടുത്തിയത്. അടുത്ത്, അമൂലും മിൽമയും ഒന്നാണോ? പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, പല കുട്ടികളും ചോദിച്ചു, സാറേ അമൂലും മിൽമയും ഒന്നാണോ എന്ന്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഗുജറാത്തിലെ ക്ഷീര സഹകരണ സംഘത്തിന്റെ ഉൽപ്പന്നമായ അമൂലിനെ പോലെ നിരവധി സംസ്ഥാനങ്ങളും അവരുടേതായ സഹകരണ ഉൽപ്പന്നങ്ങളുണ്ട്. കർണാടകയിലെ നന്ദിനി, കേരളത്തിലെ മിൽമ, തമിഴ്നാട്ടിലെ ആവിൻ എന്നിവ സംസ്ഥാനങ്ങളിലെ ജനപ്രിയ പാൽ ബ്രാൻഡുകളുടെ ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ അമൂലും മിൽമയും ഒന്നാണോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഗുജറാത്തിലെ ക്ഷീര സഹകരണ സംഘത്തിന്റെ ഉൽപ്പന്നമായ അമൂലിനെ പോലെ നിരവധി സംസ്ഥാനങ്ങൾക്കും അവരുടേതായ സഹകരണ ഉൽപ്പന്നങ്ങളുണ്ട്. കർണാടകയിലെ നന്ദിനി, കേരളത്തിലെ മിൽമ, തമിഴ്നാട്ടിലെ ആവിന് എന്നിവ സംസ്ഥാനങ്ങളിലെ ജനപ്രിയ പാൽ ബ്രാൻഡുകളുടെ ചില ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, ഏതാണ് നല്ലത്, A1 അല്ലെങ്കിൽ A2? ഇത് പല കുട്ടികളും എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഏതാണ് നല്ലത്, A1 ആണോ അല്ലെങ്കിൽ A2 ആണോ നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ A1 പാൽ ദഹന പ്രശ്നങ്ങൾക്കും വീക്കത്തിനുമൊക്കെ കാരണമാകും. എന്നാൽ A2 പാൽ ദഹനം, രക്തസമ്മർദ്ദം, അസ്ഥികളുടെ ആരോഗ്യം എന്നിവയ്ക്ക് സഹായിക്കുന്നു. വിവിധ പോഷക ഘടകങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് മികച്ച ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഇത് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഇതാണ് A1 ആണോ അല്ലെങ്കിൽ A2, ഏതാണ് നല്ലത് എന്നുള്ളതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരമാണ് ഇത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത്, ഇന്ത്യയിലെ പാൽ രാജാവ് ആരാണ്? ഇന്ത്യയിലെ പാൽ രാജാവ് ആരാണ്? ഒരു തുള്ളി പാൽ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണ് ആര്? വർഗീസ് കുര്യൻ. 36 ലക്ഷം ക്ഷീര കർഷകരുടെ ജീവിതം അദ്ദേഹം രൂപപ്പെടുത്തി. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കി. അദ്ദേഹത്തിന്റെ 104ാം ജന്മവാർഷികത്തില്
ഇന്ത്യയുടെ പാൽക്കാരൻ ആഘോഷിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ പാൽ രാജാവ് ആരാണ്? ഒരു തുള്ളി പാൽ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണ് വർഗീസ് കുര്യൻ. 36 ലക്ഷം കർഷകരുടെ, ക്ഷീര കർഷകരുടെ ജീവിതം അദ്ദേഹം രൂപപ്പെടുത്തി. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കി. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഗർഭിണി അല്ലെങ്കിൽ പശുക്കൾക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. എന്നാലും പലരും പശുക്കളെ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ പശുക്കളിൽ നിന്ന് പാല് ചുരത്തുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും, പാൽ കറക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ചോദ്യം എന്താണ്? ഗർഭിണി അല്ലെങ്കിൽ പശുക്കൾക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? അപ്പൊ നമുക്കത് നോക്കാം. അതെ, മനുഷ്യരെ പോലെ പശുക്കളും ഗർഭിണി ആയതിന്റെ ഫലമായി മാത്രമേ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് തുടരാൻ കറവ പശുക്കൾ വർഷത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. സാധാരണയായി പ്രസവിച്ച് 3 മാസത്തിനുള്ളിൽ അവയെ കൃത്രിമമായി ബീജസങ്കലനം ചെയ്യുന്നു. അപ്പോൾ മനുഷ്യരെ പോലെ പശുക്കളും ഗർഭിണിയായതിന്റെ ഫലമായി മാത്രമേ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് തുടരാൻ കറവ പശുക്കൾ വർഷത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. സാധാരണയായി പ്രസവിച്ച് 3 മാസത്തിനുള്ളിൽ അവയെ കൃത്രിമമായി ബീജസങ്കലനം ചെയ്യുന്നു. പാലിന്റെ റാണി എന്നറിയപ്പെടുന്ന ആട് ഏതാണ്? പാലിന്റെ റാണി എന്നറിയപ്പെടുന്ന ആട് ഏതാണ്? ആർക്കൊക്കെ അറിയാം പാലിന്റെ റാണി എന്നറിയപ്പെടുന്ന ആട് ഏതാണെന്ന്? സ്വിറ്റ്സർലൻഡിലെ സാനൻ താഴ്വരയിൽ ഉത്ഭവിച്ച ഒരു കറവ പശുവാണ് സാനൻ. ഉയർന്ന ഉൽപാദനത്തിനും സ്ഥിരതയുള്ള വിളവിനും പേരുകേട്ട ഇത് ആട് ലോകത്തിലെ പാലിന്റെ റാണി എന്നറിയപ്പെടുന്നു. സ്വിറ്റ്സർലൻഡിലെ സാനൻ താഴ്വരയിൽ ഉത്ഭവിച്ച ഒരു കറവ പശുവാണ് സാനൻ. ഉയർന്ന ഉൽപാദനത്തിനും സ്ഥിരതയുള്ള വിളവിനും പേരുകേട്ട ഇത് ആട് ലോകത്തിലെ പാലിന്റെ റാണി എന്ന് അറിയപ്പെടുന്നു. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്തത്, പ്രസവശേഷം എത്ര കാലം പശുവിന് പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? പ്രസവശേഷം പശുവിന് എത്ര കാലം പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? പ്രസവിച്ച് ഏകദേശം 40 മുതൽ 60 ദിവസം വരെയാണ് ഉൽപാദന നിലവാരം ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുന്നത്. പിന്നീട് ഉൽപാദനം ക്രമാനുഗതമായി കുറയുകയും ഏകദേശം 10 മാസത്തിനുള്ളിൽ പാൽ കറക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു. പശുവിനെ ഏകദേശം 60 ദിവസം ഉണക്കി വീണ്ടും പ്രസവിക്കുന്നു. 12 മുതൽ 14 വരെയുള്ള ഇടവേള പ്രസവ ചക്രത്തില് കറവ കാലയളവ് ഏകദേശം 305 ദിവസം അല്ലെങ്കിൽ 10 മാസം നീണ്ടു നിൽക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രസവശേഷം എത്ര കാലം പശുവിന് പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന ചോദ്യത്തിന് ഉത്തരത്തിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണ്? പ്രസവിച്ച് ഏകദേശം 40 മുതൽ 60 ദിവസം വരെയാണ് ഉൽപാദന നിലവാരം ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നത്. പിന്നീട് ഉൽപാദനം ക്രമാനുഗതമായിട്ട് കുറയുന്നു. ഏകദേശം 10 മാസത്തിൽ പാൽ കറക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു. പശുവിനെ ഏകദേശം 60 ദിവസം ഉണക്കി വീണ്ടും പ്രസവിക്കുന്നു. 12 മുതൽ 14 വരെയുള്ള ഇടവേളകളിൽ പ്രസവ ചക്രത്തില് കറവ കാലയളവ് ഏകദേശം 305 ദിവസം അല്ലെങ്കിൽ 10 മാസം നീണ്ടു നിൽക്കും. പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.